Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാൻട്രോ സിംഗ് ആണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ വാഹനം റെഡി ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ബഡ്ജറ്റ് ലെവലിൽ സ്വന്തമാക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു വാഹനങ്ങളിൽ ഒന്നാണ് ഈ ഒരു സാൻട്രോ. നമ്മൾ ഓൾട്ടോയും സാൻട്രോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സാൻട്രോണ് കുറച്ചുകൂടി മുമ്പിൽ നിൽക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഒരു ഹ്യുണ്ടയുടെ വാഹനമാണ്, സ്റ്റേബിളാണ്, പവർഫുള്ളാണ്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ആയാലും വാഹനത്തിൻ്റെ ആ ബോഡി ബിൽട്ടായാലും സൈസിലായാലൊക്കെ ഓൾട്ടോനേക്കാൾ എന്തെങ്കിലും മേച്ചതാണ്. അപ്പോൾ ഇത് 2026 വരെ വാലിഡ് പേപ്പറുള്ള വാഹനമാണ്. ഇൻഷുറൻസൊക്കെ വാലിഡാണ്. 2005 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം കുറച്ച് പൈസ മുടക്കി സ്വന്തമാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ബഡ്ജറ്റ് വാഹനമാണ്. ബഡ്ജറ്റിന് ഉദ്ദേശിച്ചത് നമുക്ക് 1 lakh അറൗണ്ട് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വാഹനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സാൻട്രോ. അപ്പോൾ സാൻട്രോൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാൻട്രോ ഇപ്പോൾ ഹ്യുണ്ടൈ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞിട്ടും വീണ്ടും സാൻട്രോ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് ഇറക്കിയിരിക്കുന്ന ടൈമാണ്. കാരണം സാൻട്രോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു ലേഡീസ് അവരൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വാഹനം സെലക്ട് ചെയ്യുന്നത്. ചെറിയൊരു വണ്ടി നോക്കുമ്പോൾ നമ്മൾ സാൻട്രോ ഒക്കെയാണ് നോക്കാറ്. പിന്നെ നമ്മളിതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഓൾട്ടോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ എന്തുകൊണ്ടും മേച്ചൊരു വണ്ടി സാൻട്രോ തന്നെ ആയിരിക്കും. ബോഡി ക്വാളിറ്റി ആയാലും ഫീച്ചേഴ്സ് ആയാലും അതുപോലെ വണ്ടി ലുക്കായാലും ഹൈറ്റ് ആയാലും വീൽ ബേസ് ആയാലും എവിടെ നോക്കിയാലും നമുക്ക് സാൻട്രോ തന്നെയായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് 2005 മോഡൽ സാൻട്രോ ആണത്. 2005, 2026 വരെ വാലിഡ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം വാലിഡാണ്. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. കേട്ടോ, നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ വാഹനത്തിൻ്റെ ഫുൾ വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ ഇന്ന ഔട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ബോഡി ക്വാളിറ്റിയാണ് മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ വീലാർസും ടയർ കണ്ടീഷനും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. വീലാർസിലേക്ക് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു പൊട്ടിക്കൊരു സ്ക്രാച്ചും ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വീലാർസ് കിട്ടുന്നുണ്ട്. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. വീൽ കപ്പ് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റിലും ഒരു സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിലും ഇവിടെ കിട്ടുന്നില്ല. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് ആയാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു എന്താ പറയുക സ്ക്രാച്ച് പോലത്തെ സംഭവം കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് ക്യാമറ കാണാൻ പറ്റുമോ അറിയില്ല. ബമ്പേഴ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നും ആഡ് ആയിട്ടില്ല. നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ലാമ്പായാലും ഇവിടെ ചെറിയൊരു ആ ഒരു വരവരവുള്ള സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പിന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഫോഗ് ലാമ്പ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് സൈഡിലേക്ക് വരാം. വീലാർസ് നോക്കാം. വീലാർസും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ ചെറിയ ഒരു സ്ക്രൂയും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. കേട്ടോ, നമുക്ക് സൈഡിലേക്ക് വരാം. 2 ഡോറിലേക്ക് വരാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് 2 ഡോർസും കൂടെ കാണാൻ പറ്റും. നല്ല വൃത്തിയിൽ തന്നെ ഡോർസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് പോർഷൻ നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷനും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഹ്യുണ്ടയുടെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. സാൻട്രോ സിംഗിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും ഇവിടെ പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോർ നോക്കുമ്പോൾ ഇവിടെയും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട അതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. കേട്ടോ, ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ കീ ഒന്ന് എടുത്തേക്കാം. ഇപ്പോൾ കീ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ നമുക്കൊന്ന് ഓൺ ചെയ്തേക്കാം. കിലോമീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 lakh കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് അടിയിട്ട് ഭംഗിയായതിന് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയാലും സീറ്റ് കവേഴ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ഒക്കെ വർക്കിംഗ് ആണ്. സ്റ്റിയറിംഗ് കണ്ടീഷനൊക്കെ ഇവിടെ നോക്കാം. ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ വിനയിലൊക്കെ ചെയ്ത് ഭംഗിയായി തന്നെ ഇട്ടിട്ടുണ്ട്. മാറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ്സ് ആയാലും ഇവിടെ നീറ്റായിട്ട് ഡോർ പാഡ്സും കൂടെ കാണാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കും. സീറ്റ്സും കൂടെ കാണാം. റൂഫ് നോക്കാം. റൂഫും സ്റ്റോക്ക് കണ്ടീഷനിലേക്കും റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് റിയർ ഭാഗത്തേക്ക് വരാം. ഈ പാസഞ്ചർ സൈഡിൽ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുത്തെ അവസ്ഥ നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത് റോളിംഗ് വിൻഡോസ് തന്നെയാണ് വന്നേക്കണേ. സീറ്റ്സൊക്കെ നീറ്റായിട്ടുണ്ടെങ്കിൽ സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ലെഗ് റൂം നോക്കാം. ലാവിഷായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ലിഡൊന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നിന്ന് ബൂട്ടും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻജിൻ നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാൻട്രോ സിംഗിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. പെട്രോൾ ഓപ്ഷൻ എന്ന വാഹനമാണ്. 2005,
2005 2025 വരെ വാലിഡ് 26 വരെ വാലിഡ് പേപ്പറുള്ള വാഹനമാണ്. അതേപോലെ അഡ്ജസ്റ്റൊക്കെ നോക്കിക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ട് നോക്കാം. പിന്നെ ബാറ്ററി നോക്കാം. നീറ്റായിട്ടുണ്ടെങ്കിൽ ബാറ്ററി പിന്നെ ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കാം. കാണാം ഇങ്ങനെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലിഡും കൂടി നോക്കിക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയായിരുന്നു ഈ ഒരു സാൻട്രോൻ്റെ എഞ്ചിൻ ഭാഗം. ബൂട്ടും കൂടി നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് വെച്ച് നോക്കിയേക്കാം. അതിൻ്റെ കീ ഒന്ന് എടുക്കുകയാണ്. കീ ഇട്ട് നമുക്ക് ബൂട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കണം. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലിഡ് നപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാൻട്രോ സിങ്ങിൻ്റെ ഒരു ബൂട്ട് സ്പേസ്. നീറ്റായിട്ടുള്ള ബൂട്ടാണ്. 2005 മോഡലാണ് കണ്ടാൽ പറയില്ല, കാരണം നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്ലാറ്റ്ഫോം നപ്പിയിട്ട് ടയർ കണ്ടീഷൻ നോക്കിക്കാം. കേട്ടോ, കുഴപ്പമില്ലാത്ത കട്ടിലത്തില്ല, ഗ്രിപ്പ് കുറവാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള ഈ റൂം നോക്കാം. റൂമൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും ഒരു ഡെൻഡോ പാച്ചോ കാര്യങ്ങളോ നോക്കട്ടെ, ലിഡിലും കിട്ടുന്നില്ല. ഓക്കെ, ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷൻ ആയാലും നീറ്റായിട്ട് നിങ്ങൾ ലോവർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് റേറ്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. 2005 മോഡൽ സാൻട്രോ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സാൻട്രോ സിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഓൾട്ടോനേക്കാളൊക്കെ എന്തുകൊണ്ടും മേച്ചൊരു വാഹനം കൂടിയാണ്. പവറിലും അതുപോലെ സ്പേസിലും ഫീച്ചേഴ്സിലൊക്കെ സാൻട്രോനെയാണ് എപ്പോഴും മുമ്പിലും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സാൻട്രോൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,30,000 രൂപയാണ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. എൻ്റെ നമ്പർ കൊണ്ട് വാട്സാപ്പ് ചെയ്യാം. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.